صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. صلوا عليه وسلموا في الخلد حقا تكرموا. صلوا عليه وسلموا في الخلد حقا تكرموا. بنعيمها تتنعموا بعطيات من ربنا. صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. هو أحمد باب الهدى ذو المعجزات على المدى. هو أحمد باب الهدى ذو المعجزات على المدى. وشفيعنا جمعا غدا باب الرضا بحر الهنا. صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. يا فوزنا يا سعدنا بمحمد طاب الجنى. يا فوزنا يا سعدنا بمحمد طاب الجنى. يا ربي أسعدنا به يوم اللقاء بجمعنا. صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. يا عالما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം വളരെ അകലെ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സഹൃദയരായ ശ്രോതാക്കളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളും യഥാർത്ഥത്തിലുള്ള കറാമത്തും എന്താണ് എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയം ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ പരിഷ്കർത്താവിന്റെ സമൂഹത്തിൽ അന്ന് നിലനിൽക്കുന്ന വിശ്വാസ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എക്കാലഘട്ടത്തിലും മാറ്റമില്ലാതെ തുടരേണ്ടുന്ന അല്ലാഹുവിന്റെ ഖുർആനും അതിന്റെ വിശദീകരണമായി ജീവിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവബഹുലമായ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ നിന്ന് അവിടുത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്തോ അതാണ്. ഖുർആനിൽ എന്താണ് അമ്പിയാക്കളെ പറ്റി പറഞ്ഞത്, ഖുർആനിൽ എന്താണ് ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞത്, ഖുർആനിൽ എന്താണ് ബീവിമാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളതും വിലയിരുത്താനുള്ളതും. എന്നാൽ ഈ വിഷയത്തിൽ ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. ഞാൻ UAE ഒരിക്കൽ ഒരു സന്ദർശനാവശ്യാർത്ഥം ചെന്നപ്പോൾ ഒരു മലയാളിയുടെ ടെക്സ്റ്റൈൽസിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി ചെന്നപ്പോൾ ആരാണ് ഔലിയാക്കൾ എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്ഭുതങ്ങൾ കാണിക്കുന്നവരാരോ അവരാണ് ഔലിയാക്കൾ എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗോപിനാഥ് മുതുകാട് ഔലിയാകുമോ? കാരണം അദ്ദേഹം ലോകത്ത് അറിയപ്പെട്ട മെജീഷ്യനാണ്. നമ്മളിരിക്കുന്ന വേദിയിൽ ആനയെ
ആനയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ അപ്രത്യക്ഷമാക്കുകയും ചെയ്യും അദ്ദേഹം. അപ്പൊ അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതം കാണിക്കുന്ന ഒരാൾ ഔലിയാകുമെങ്കിൽ ഗോപിനാഥ് മുതുകാട് നമ്പർ 1 ഔലിയാവും. നിങ്ങളത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെ നമുക്കറിയാം, കേരളത്തിൽ അറിയപ്പെട്ട ഗിന്നസ് ബുക്കിൽ സ്ഥാനമുള്ള, ലോകത്തറിയപ്പെട്ട ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത വ്യക്തിയാണ് കരണ്ട് മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ 410 വോൾട്ട് വൈദ്യുതി കടത്തിവിട്ടാലും അദ്ദേഹത്തിന്റെ ബ്ലഡ് കോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിന് വൈദ്യുതി ഏൽക്കില്ല. അപ്പൊ കരണ്ട് മോഹൻ ഔലിയാകേണ്ടി വരും. ഔലിയ എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്ഭുതം കാണിക്കുന്നവനെയാണ് ഔലിയ എന്ന് പറയുക. അതൊരു പ്രത്യേക വിഭാഗം ആളുകളാണ് എന്ന് മുസ്ലിങ്ങളിൽ സാധാരണക്കാർ മാത്രമല്ല, വലിയ വലിയ ആലിമുകൾ വരെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ലോകത്താണ് നിങ്ങളും ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മൾ അറിയേണ്ടത്, എന്തിനാണ് പ്രവാചകന്മാർ ലോകത്ത് വരുന്നത്? പ്രവാചകന്മാർ ലോകത്ത് വരുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമെന്ത് എന്ന് പഠിപ്പിക്കാനാണ്. ഈ ഭൂമി ലോകത്ത് മനുഷ്യർ ഒരു ചുരുങ്ങിയ കാലയളവ് ജീവിക്കുന്നു. ആ കാലയളവിനിടയിൽ അള്ളാഹുവിന്റെ ഇഷ്ടമെന്താണ്, അള്ളാഹുവിന്റെ അനിഷ്ടമെന്താണ്, അള്ളാഹു ഹറാമാക്കിയതെന്താണ്, അള്ളാഹു ഹലാലാക്കിയതെന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, അതിൽ പാലിക്കപ്പെടേണ്ട മര്യാദ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് വീടുണ്ടാക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് വ്യവസായം നടത്തേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് യാത്രാമര്യാദകൾ ക്രമീകരിക്കേണ്ടത് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ മുഴുമേഖലകളിലേക്കും മാർഗം കാണിക്കാനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അല്ലാതെ വെള്ളത്തിലൂടെ പറക്കാനോ, ആകാശത്തിലൂടെ പറക്കാനോ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാനോ, അത്ഭുതങ്ങൾ കാണിക്കാനോ, പർവ്വതങ്ങളെ കയ്യിലിട്ട് അമ്മാനമാടാനോ അല്ല. മറിച്ചൊരു വ്യക്തിയുടെ ജീവിതം ഉള്ളും പുറവും ഒരേപോലെ, പ്രത്യക്ഷവും പരോക്ഷവുമായ അയാളുടെ ജീവിതം, ആളുകൾ കാണുമ്പോൾ നല്ലത് പറയുക, ആളുകളുടെ അഭാവത്തിൽ തീയത് ചെയ്യുക, ആരും കാണാത്തപ്പോൾ ഹറാമുകൾ ചെയ്യുക, ആരും അറിഞ്ഞില്ലെങ്കിൽ തിന്മ ചെയ്യുക, ഇതല്ല ഒരു മനുഷ്യന്റെ ജീവിതം. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ജീവിതം അള്ളാഹു എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധമുള്ള ആളുകളാക്കി മനുഷ്യരെ മാറ്റുക. പട്ടാളമുണ്ടായാലും മിലിറ്ററി ഉണ്ടായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായാലും ആളുകൾ കണ്ടാലുമില്ലെങ്കിലും സർവാധിനാഥനായ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളെ ഉണ്ടാക്കി തീർക്കുക. അതാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇസ്ലാമിൽ അള്ളാഹുവിനൊരാൾ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ആ അള്ളാഹുവിന്റെ എപ്പോഴുമുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായൊരു കാര്യം, ഒരു പാറാവുകാരനെ നമ്മൾ നിലനിർത്തിയാൽ അയാൾക്ക് ഉറക്കം ബാധിക്കുന്ന ചില രംഗങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഒരു ക്യാമറയെ നമ്മുടെ നേരെ നീട്ടിവെച്ചാൽ ആ ക്യാമറയിലെ ബാറ്ററി വീക്കായി പോകാം, അതിന് കേട് സംഭവിക്കാം, അതിന്റെ വർക്കിംഗ് സിസ്റ്റത്തിന് കംപ്ലൈന്റ് ഉണ്ടാകാം. ഒരാളെ നമ്മെ നിരീക്ഷിക്കാൻ പറഞ്ഞേച്ചാൽ നമ്മുടെ കാറ് കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ പിന്നാലെ ഒരാളെ പറഞ്ഞേച്ചാൽ അയാളുടെ കാറ് മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് തൊട്ട് സമീപത്തുള്ള റൈറ്റ് സൈഡിലൂടെ കടന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ കടന്ന് നേരെ റൈറ്റിലേക്ക് കാണുന്ന റോഡിലൂടെ അദ്ദേഹം കടന്നുപോയാൽ പിറകിൽ ഫോളോ ചെയ്യുന്നവനെ താൽക്കാലികമായി കണ്ടുകൊള്ളണമെന്നില്ല. തന്റെ വാതിലിനുള്ളിലൂടെ വേണമെങ്കിൽ നമുക്കൊരാളെ കാണാം. ആ വാതിലടച്ച് അതിന് വിരിയുമിട്ട് ഷട്ടറിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ നടക്കുന്നത് ഊഹിക്കാനേ പറ്റുള്ളൂ, കാണാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ പടച്ചതമ്പുരാന്റെ അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കേൾവി, അത് ലോകത്ത് ആർക്കുമില്ലാത്തതാണ്. അഥവാ അള്ളാഹുവിനുള്ള കേൾവി, അള്ളാഹുവിനുള്ള കാഴ്ച, അള്ളാഹുവിന്റെ അറിവ്, അവന്റെ കുതിരത്ത്, അവന്റെ കഴിവ് ലോകത്ത് ഒരു ശക്തിക്കുമില്ല, ഒരു സിദ്ധിക്കുമില്ല എന്ന് ചുരുക്കം.